മലയാളികളുടെ കാര്യത്തിലും വലിയ തരത്തിൽ സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും നോർക്കയുടെ ഭാഗത്തു നിന്നും അവർ നൽകുന്ന വിവരം അനുസരിച്ച് ഇവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. നിരവധി മലയാളികളെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്തും ഇവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലേ? ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ ലഭ്യമാണോ? എങ്ങനെയാണ് അവരെ ബന്ധപ്പെടാൻ, അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനമൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? സ്വാതി, നോർക്ക നൽകുന്ന വിവരമനുസരിച്ച് 105 മലയാളികളാണ് ഇപ്പോൾ നേപ്പാളിലുള്ളത്. അതിൽ 36 പേർ കാനങ്ങാട് നിന്ന് പോയവരാണ് വിനോദസഞ്ചാരത്തിന്. ഒപ്പം തന്നെ കോട്ടയത്ത് നിന്ന് ഒരു 16 അംഗ സംഘവും പോയിട്ടുണ്ട്. ഇവരുമായി നോർക്കയ്ക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് നോർക്ക പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം 53 മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും നോർക്കയ്ക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇവർ 53 പേർ പ്രാഥമികമായി സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് നോർക്ക പങ്കുവെക്കുന്നത്. കാരണം ഈ സംഘത്തിൽ മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരുണ്ട്. പക്ഷേ എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, എത്ര കുട്ടികൾ എന്നടക്കമുള്ള വിവരങ്ങൾ നോർക്കയ്ക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. 4 ഇടങ്ങളിലൂടെയാണ് നോർക്ക നിലവിൽ ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നോർക്കയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, ഈ 4 നമ്പറുകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം മലയാളികൾ ഇപ്പോൾ നേപ്പാളിലുണ്ട് എന്നുള്ള വിവരം നോർക്കയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ 53 പേരുടെ സംഘത്തിൽ ഭൂരിഭാഗം ആളുകളുടെയും മൊബൈൽ നമ്പറുകൾ നോർക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ എല്ലാവരെയും ബന്ധപ്പെടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം പലയിടങ്ങളിലും ഇപ്പോഴും നെറ്റ്വർക്ക് തകരാറുകളുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും അവിടുന്ന് മറ്റൊരിടത്തിലേക്ക് സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ പ്രശ്നബാധിത മേഖലയിൽ സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ 53 പേരെയും നേരിട്ട് ബന്ധപ്പെടാൻ ഇതുവരെയും നോർക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് മുഖ്യ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉള്ളത് എന്നുള്ള കാര്യം നിരന്തരമായി ശേഖരിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വിവരം വെച്ച് ഈ 53 മലയാളികളും സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് നോർക്കയും അതിനോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും പറയുന്നത്. പക്ഷേ ഈ 53 പേർ എവിടെ നിന്നാണ് പോയത്, ഇവരുടെ കുടുംബാംഗങ്ങൾ ആരൊക്കെ എന്നുള്ള വിവരം നോർക്കയുടെ പക്കലുണ്ട്. ഇവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, തങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് കുടുംബാംഗങ്ങളെയും സമയബന്ധിതമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നോർക്ക പറയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ അത് പുറത്തുവിടും എന്നാണ് നോർക്ക അറിയിച്ചിരിക്കുന്നത്. സ്വാതി.